ഓരോ കുഞ്ഞുങ്ങളെയും സംബന്ധിച്ച് സ്വന്തം വീട് ഏറ്റവും സുരക്ഷിതമായ ഇടമാണ്. വീട്ടിൽ കളിയും ചിരിയുമായി നടക്കുന്ന കുട്ടികൾ വീട്ടിലുള്ളപ്പോൾ അവിടം സ്വർഗ്ഗതുല്യമായിരിക്കും അല്ലേ? മക്കളുടെ ജനനവും വളർച്ചാ കാലഘട്ടവുമെല്ലാം ഓരോ മാതാപിതാക്കൾക്കും കാത്തിരിപ്പിൻ്റെ സമയമാണ്. കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു പനി വന്നാൽ പോലും അച്ഛനമ്മമാരുടെ ഉള്ളിൽ ആശങ്കയും നൊമ്പരവുമായിരിക്കും. എന്നാൽ കുട്ടികളെ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിനെ സങ്കടപ്പെടുത്തിയൊരു വാർത്തയാണ് തിരുവനന്തപുരം വാമനപുരത്ത് നിന്ന് കേട്ടത്. 1 വയസ്സുള്ള കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് സംശയം. എന്താണ് പവിത്ര എന്ന ആ കുരുവിന് സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കഴിഞ്ഞ ദിവസം വരെയും പവിത്ര എന്ന 1 വയസ്സുകാരിയുടെ കളിയും ചിരിയും കണ്ടിരുന്ന വീട് ഇപ്പോൾ ഇവിടെ എത്തിയാൽ ആ കുരുതനെയോർത്ത് നിലവിളിക്കുന്ന ബന്ധുക്കളെ കാണാം. തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ അമ്മൂമ്മയാണ് 1 വയസ്സുകാരി ചലനമറ്റ് കിടക്കുന്നത് ആദ്യം കണ്ടത്. കണിച്ചോട് സ്വദേശികളായ അശ്വതി സുഭാഷ് ദമ്പതികളുടെ മകൾ പവിത്രയുടെ മരണത്തിൽ തുടക്കം മുതൽ തന്നെ സംശയങ്ങൾ തോന്നിയതാണ്. കുഞ്ഞിനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസ് നിഗമനം. എന്നാൽ ആരായിരിക്കും ആ കുരുന്നിനെ ഇല്ലാതാക്കിയത്? അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. അമ്മൂമ്മ തൊഴിലുറപ്പ് ജോലിക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കുഞ്ഞ് കട്ടിലിൽ കിടക്കുകയായിരുന്നു. കുട്ടി ഉറങ്ങുകയാണെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പിന്നീട് തട്ടി വിളിച്ചിട്ടും എഴുന്നേറ്റില്ല. ഉടൻ തന്നെ കാരേറ്റുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കുഞ്ഞിനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് സൂചന. ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ കുട്ടി മരിച്ച നിലയിലായിരുന്നുവെന്ന് അധികൃതർ പറയുന്നു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാകാമെന്ന നിഗമനത്തിൽ വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ആരാണ് കൊലപ്പെടുത്തിയതെന്ന കാര്യത്തിലാണ് സംശയം. കുട്ടിയുടെ ബന്ധുക്കളെ ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന കാര്യവും കൊലപാതക സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ ദുരൂഹ മരണം നാട്ടുകാരെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലുള്ള പ്രണയം പിന്നീട് ഉന്നത പഠനത്തിനായി ബംഗളൂരുവിൽ പോയപ്പോൾ ചിത്രപ്രിയ കാമുകനായ അലനുമായി അകലുന്നു. അതോടെ ചിത്രപ്രിയയ്ക്ക് മറ്റു ബന്ധമുണ്ടോ എന്ന സംശയം. പിന്നീട് അതേ തുടർന്നുള്ള കൊലപാതകം. ഇക്കഴിഞ്ഞ ഡിസംബറിൽ മലയാറ്റൂരിലെ വീട്ടിലെത്തിയ യുവതിയെ കൊലപ്പെടുത്തിയതോടെയാണ് പ്രണയപ്പകയുടെ ഞെട്ടിപ്പിക്കുന്ന കഥ പുറത്തു വന്നത്. കല്ലുകൊണ്ട് ആക്രമിച്ച് പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 മാസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെ എന്നാണ് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത്. മലയാറ്റൂരിലെ 19-കാരി ചിത്രപ്രിയ കഴിഞ്ഞ ഡിസംബർ 9-നാണ് നക്ഷത്ര തടാകത്തിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ നിന്ന് 4 ദിവസം മുൻപ് കാണാതായ ചിത്രപ്രിയയെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവത്തിൽ ചിത്രപ്രിയയുടെ ആൺസുഹൃത്തായ കാരടി സ്വദേശി അലനെ ആദ്യം കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച പോലീസ് പിന്നീട് വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ബംഗളൂരുവിൽ ഏവിയേഷൻ വിദ്യാർത്ഥിനിയായിരുന്ന ചിത്രപ്രിയയും അലനും നേരത്തെ സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് അലന്റെ ശല്യം സഹിക്കാതെ മാറ്റി നിർത്തിയെങ്കിലും അയാൾ ചിത്രപ്രിയയെ വിടാതെ പിന്തുടർന്നു. ഒടുവിൽ നാട്ടിലെത്തിയപ്പോൾ ആസൂത്രിതമായി മലയാറ്റൂർ നക്ഷത്ര തടാകത്തിനടുത്ത് എത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കുറ്റപത്രം. മരണം ഉറപ്പാക്കിയ ശേഷം അലൻ കടന്നു കളഞ്ഞു. പെട്ടെന്നുള്ള പ്രകോപനമല്ലെന്നും പ്രേമ നൈരാശ്യത്തിൽ ആസൂത്രിതമായി നടത്തിയ കൊലയെന്നും പോലീസ് പറയുന്നു. 200 പേജുള്ള കുറ്റപത്രത്തിൽ 167 സാക്ഷികളാണുള്ളത്. പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം എറണാകുളം സെഷൻസ് കോടതിയിലേക്ക് കൈമാറി. ന്യൂസ് 18 കൊച്ചി. ഇരു മതവിഭാഗത്തിൽപ്പെട്ട 2 പേർ തമ്മിൽ പ്രണയവും വിവാഹവുമെല്ലാം ഈ പുരോഗമന കാലഘട്ടത്തിൽ അത്ര പുതുമയുള്ള കാര്യമല്ല അല്ലേ? കോഴിക്കോട് കൂടരഞ്ഞി സ്വദേശി ഷാഖുൽ ഹമീദും ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയും ജാതിയും മതവും ഒന്നും നോക്കാതെ പ്രണയിച്ചവരാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്തു വെച്ച് താലി ചാർത്തി വിവാഹിതരാവുകയും ചെയ്തു.
അങ്ങനെ വീട്ടുകാരും അറിയാതെ ഒന്നിച്ച് ജീവിതവും തുടങ്ങി. പിന്നീട് ഇവർക്ക് ഒരു കുഞ്ഞും ജനിച്ചു. എന്നാൽ മതം മാറണമെന്ന് ഷാഹുലിൻ്റെ വീട്ടുകാർ വാശി പിടിച്ചതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. അതിനിടെ ഷാഹുലും മറ്റൊരു പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞതോടെ പോലീസിൽ പരാതി. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഷാഹുൽ ഹമീദിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ദളിത് വിഭാഗത്തിൽപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് കൂടരഞ്ഞി കക്കാടംപൊയിൽ സ്വദേശി ഷാഹുൽ ഹമീദിനെതിരെ തിരുവമ്പാടി പോലീസ് കേസെടുത്തത്. 2 വർഷം മുമ്പ് എറണാകുളത്തെ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് യുവതിയും ഷാഹുൽ ഹമീദും പരിചയപ്പെടുന്നത്. തുടർന്ന് ഇരുവരും പ്രണയത്തിലായി. പിന്നീട് നിയമപരമല്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്തുവെച്ച് താലി ചാർത്തി വിവാഹിതരാവുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. തുടർന്ന് ഷാഹുൽ ഹമീദിന്റെ വീട്ടിലാണ് ഇരുവരും താമസിച്ചിരുന്നത്. ഈ സമയം ഷാഹുൽ ഹമീദിന്റെ മാതാവ് മതം മാറാനായി നിർബന്ധിച്ചുവെന്നും അതിന് സമ്മതിക്കാത്തതിനാൽ അവർക്ക് ഇഷ്ടക്കേടുണ്ടായിരുന്നുവെന്നും യുവതി പറഞ്ഞു. ഇതിനിടെ ഷാഹുലിന് കൊല്ലം പത്തനാപുരത്ത് ജോലി ലഭിച്ചതോടെ ഇരുവരും അവിടേക്ക് താമസം മാറി. അവിടെ വെച്ച് ഇവർക്ക് കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. അതിനിടെ ഷാഹുൽ ഹമീദ് എറണാകുളത്തുള്ള മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായെന്നും ഈ ബന്ധം താൻ അറിഞ്ഞതു മുതൽ തനിക്കും കുഞ്ഞിനും ചിലവിന് പോലും നൽകുന്നില്ലെന്നും യുവതി ആരോപിച്ചു. ഫോട്ടോസും ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ബാക്കി ഫോട്ടോസൊക്കെ ഞാൻ കാണുന്നു. അതുകൊണ്ട് ചോദിച്ചു, എന്താ ഞങ്ങൾ ഫ്രണ്ട്സ് ആണോ, ഈ അത്രയും ഫോട്ടോസ് ഉള്ളതുകൊണ്ട് ചോദിച്ചു ഫ്രണ്ട്സ് തന്നെയാണോ അപ്പൊ ചോദിച്ചപ്പോൾ ഇല്ല അങ്ങനെയൊന്നും ഇല്ല, അത് ചുമ്മാ എടുത്ത ഫോട്ടോസ് ആണ്. അവൾക്കറിയാം ഞാനും കുട്ടിയും ഒരു കല്യാണം കഴിച്ചൊരു കുട്ടീൻ്റെ കൊച്ചുണ്ട്. അവൾ എൻ്റെ അടുത്ത് സംസാരിച്ചും കൂടിയാ. അവള് മനഃപൂർവ്വം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവന് കൂടെയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നത് പോലും. ഞാൻ അവളുടെ അടുത്ത് ആദ്യം ഒരു തവണ ഇവര് തമ്മിൽ മീറ്റപ്പ് ചെയ്തപ്പോ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു, നീ നിർത്തിക്കോ, കല്യാണം വെച്ച് കുട്ടീനെ നീ കണ്ടതല്ലേ, എന്നിട്ട് നീ ഇങ്ങനെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല, ചേച്ചി എന്നെ വിളിച്ചത് വന്നിട്ട് മരിക്ക് വെച്ചിട്ട് പോയി. ഞാനും മരിക്കനെ പറഞ്ഞു പോകെ ഇവിടെ അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആയപ്പോഴാണ് ഞാൻ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നത്. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 മുക്കം. രോഗശാന്തിയും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ കിട്ടാൻ പല ധ്യാന കേന്ദ്രങ്ങളിലും പള്ളികളിലും ക്ഷേത്രങ്ങളിലും പോകുന്നവരുണ്ട്. ഇനി വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പ്രാർത്ഥിച്ചും മാറ്റിത്തരാമെന്ന് പറഞ്ഞെത്തുന്ന ആളുകളെയും ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ചു പോകും. ഇടുക്കി കരിമണ്ണൂരിലെ വീട്ടമ്മയും ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ടതാണ്. ആലപ്പുഴ കൃപാസനം ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ളവരാണെന്ന് വ്യാജമായി വിശ്വസിപ്പിച്ചെത്തിയ 2 സ്ത്രീകൾ സ്വർണം അപഹരിച്ചാണ് മുങ്ങിയത്. പല ദിവസങ്ങളിലായി മാല, മോതിരം, പണം എന്നിവ തട്ടിയെടുത്ത കേസിൽ 2 സ്ത്രീകൾ പോലീസിന്റെ പിടിയിലായി. കോലാനി സ്വദേശിനി ഉഷ, പത്തനംതിട്ട സ്വദേശിനി ദേവി എന്നിവരെ കരിമണ്ണൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും മറവിൽ തട്ടിപ്പ് നടത്തുന്നവരെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് കരിമണ്ണൂരിലെ ഈ കേസ്. തൊടുപുഴ കരിമണ്ണൂർ പഴൂക്കര സ്വദേശിയായ 66-കാരിയെ കബളിപ്പിച്ച് സ്വർണം തട്ടിയെടുത്ത കേസിലാണ് 2 സ്ത്രീകൾ പോലീസ് പിടിയിലായത്. ഇതോടെ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം 6ആയി. തട്ടിപ്പിന് നേതൃത്വം നൽകിയ പുറപ്പുഴ ടെക്നിക്കൽ ഹൈസ്കൂൾ ജീവനക്കാരനായ കോലാനി സ്വദേശി വിജീഷ് അജയ്കുമാർ, അത്തവീട്ടിൽ സുലോചന ബാബു, മകൾ അഞ്ജു ബാബു, അഞ്ചപ്ര വീട്ടിൽ ഷാജിദ സി ഷെരീഫ് എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മറ്റ് 2 പ്രതികളായ കോലാനി സ്വദേശിനി ഉഷാസുധൻ, പത്തനംതിട്ട പയ്യനല്ലൂർ സ്വദേശിനി ദേവി എന്നിവരെ കരിമണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 5 തവണയാണ് 11 പവനോളം സ്വർണം ഇവർ തട്ടിയെടുത്തത്. ലോഷൻ, പപ്പടം, കത്തി എന്നിവ വിൽക്കാനെത്തുന്നവരാണ് എന്ന പേരിലാണ് പ്രതികൾ വീടുകളിൽ എത്തിയിരുന്നത്. വീട്ടമ്മ തനിച്ചാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ പ്രതികൾ വീടിന് ദോഷമുണ്ട് എന്നും ഇത് മാറാൻ ആലപ്പുഴയിലെ ധ്യാന കേന്ദ്രത്തിൽ പ്രത്യേക പ്രാർത്ഥന നടത്തിയാൽ മതിയെന്നും ഇവരെ ധരിപ്പിച്ചു. സ്വർണം ദാനകേന്ദ്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തിയാൽ ദോഷം മാറുമെന്ന് വിശ്വസിപ്പിച്ചാണ് പല തവണകളായി ആഭരണങ്ങൾ കൈക്കലാക്കിയത്.
ബന്ധുക്കൾക്ക് തോന്നിയ സംശയമാണ് തട്ടിപ്പ് വിവരം പുറത്തു വരാനിടയാക്കിയത്. ആദ്യം വീട്ടമ്മ ബന്ധുക്കളോട് പറഞ്ഞിരുന്നില്ല എങ്കിലും കൂടുതൽ സ്വർണം പോയതോടെ വിവരം പുറത്തു പറയുകയായിരുന്നു. സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും പാലാ പോലീസ് സ്റ്റേഷനിലും ഇവർക്കെതിരെ കേസുകളുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. കാസർഗോഡ് നുള്ളിപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപം കണ്ട ചോരപ്പാടുകൾ. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവന്നത് നാടിനെ നടുക്കിയ അരുംകൊലയുടെ കഥകൾ. കർണാടക ഹൊസൂർ സ്വദേശി ചന്ദ്രശേഖർ സുരേഷ് പട്ടാടിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കർണാടക സ്വദേശികളായ 2 പേർ കാസർഗോഡ് ടൗൺ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് സംശയം. കാസർഗോഡ് നഗരത്തിന് സമീപം നുള്ളിപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപത്ത് ലിഫ്റ്റ് സ്ഥാപിക്കാനെടുത്ത കുഴിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ട യുവാവിനെ തിരിച്ചറിഞ്ഞു. കർണാടക ഗദഗ് ബലേഗ ഹൊസൂരിലെ ചന്ദ്രശേഖർ സുരേഷ് പട്ടാടാണ് കൊല്ലപ്പെട്ടത്. ഇയാൾക്കൊപ്പം താമസിച്ച് ജോലി ചെയ്തു വരുന്ന ബന്ധുക്കളും നാട്ടുകാരായ ചിലരും ജനറൽ ആശുപത്രിയിലെത്തി മൃതദേഹം ചന്ദ്രശേഖരന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. ജനറൽ ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. കൊലപാതകമാണെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നേരത്തെ തന്നെ വിശദമായ അന്വേഷണം ആരംഭിച്ചിരുന്നു. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കർണാടക സ്വദേശികളായ 2 പേരെ കാസർഗോഡ് ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് നിർമ്മാണത്തിലിരിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിനായി എടുത്ത കുഴിയിൽ അജ്ഞാത യുവാവിന്റെ മൃതദേഹം കാണപ്പെട്ടത്. അടിവസ്ത്രം മാത്രമേ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. വിവരമറിഞ്ഞെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിൽ കെട്ടിടത്തിനകത്തും വഴിയിലും ചോരപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. മൃതദേഹത്തിന്റെ പല ഭാഗങ്ങളിലും അടിയേറ്റ പാടുകളും തലയിൽ ആഴത്തിലുള്ള മുറിവുള്ളതായും പരിശോധനയിൽ കണ്ടെത്തി. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച ഒരു ആധാർ കാർഡ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക തെളിവുകൾ ലഭിച്ചത്. ആധാർ കാർഡിന്റെ ഉടമയാണ് കൊല്ലപ്പെട്ടതെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ടത് ചന്ദ്രശേഖരയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം പുന്നല കടശ്ശേരിയിലെ രാഹുൽ എന്ന 18-കാരന് എന്തായിരിക്കും സംഭവിച്ചത്? യുവാവിനെ കാണാതായി 5 വർഷം കഴിഞ്ഞിട്ടും ദുരൂഹത ഒഴിയാത്ത തിരോധാനം. മകൻ തിരിച്ചു വരുന്നതിനായി കണ്ണീരോടെ കാത്തിരിക്കുന്ന മാതാപിതാക്കൾ. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ പിന്നീട് ക്രൈംബ്രാഞ്ച് എത്തിയിട്ടും യാതൊരു സൂചനയുമില്ല. പുന്നലയിലും സമീപ പ്രദേശങ്ങളിലും വനമേഖലകളിലും തിരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. എന്നാൽ നീതി തേടി ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ് കുടുംബം. കടശ്ശേരി മുക്കലംപാട്ട് ലതികാവിലാസത്തിൽ രാഹുലിനെ 2021 കാണാതാകുമ്പോൾ 18 വയസ്സുണ്ടായിരുന്നു. മകന്റെ തിരോധാനത്തിൽ പ്രായമായ മാതാപിതാക്കൾ സഹായം അഭ്യർത്ഥിച്ച് കയറിയിറങ്ങാത്ത വാതിലുകളില്ല. പോലീസ് അന്വേഷണവും ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യപ്രകാരമുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. എല്ലാ പ്രതീക്ഷയും നഷ്ടമായി എന്ന് മാതാവ് പറയുന്നു. രാത്രി 9:30 ആയപ്പോൾ വന്ന് ചോറും തിന്ന് 10-10:30 ആയി ഞങ്ങൾ കടന്നപ്പോൾ. അവൻ അവിടെ കിടക്കുന്ന പുതപ്പും ചൂടി കിടക്കുന്ന കണ്ടിട്ട് ലൈറ്റ് അണച്ചുമ്പോൾ ഞാനും ഇനി ഷെഡിലോട്ട് ഇറങ്ങി പോകുന്നത്. വെളുപ്പിനെ ഒരു 5 മണി 5:30 ആയപ്പോൾ ഞാൻ പെരക്കകത്ത് കയറി വന്നപ്പോൾ ആളിനെ കാണുന്നില്ല. പുതപ്പും കിടപ്പുണ്ട്, പായും കിടപ്പുണ്ട്. ആളെവിടെ പോയെന്നും പറഞ്ഞ ഇവിടെ എല്ലാം ഞാൻ അന്നേരം ഫോൺ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഈ കാട്ടിലൊക്കെ ഇറങ്ങിപ്പോയി അവൻ നെറ്റുള്ളിടത്തൊക്കെ ചെന്നിരിക്കുമായിരുന്നു.
അങ്ങനെ അന്നും പറഞ്ഞിരുന്ന് ഒരു 10 മണിയായി 11 മണിയായി എന്നിട്ടും കാണുന്നില്ല. അന്ന് ഇവൻ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കാനും കൊണ്ട് പോകാനിരുന്നത്. അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരെ ഒരു കൊച്ചു ചെറുക്കനും ഇവിടെ ഉണ്ടായിരുന്നു. അവനും ഇവിടെ ഒരുങ്ങി വന്നിട്ട് ചോദിച്ചു, എൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് ചെയ്യാൻ? ഞാൻ പറഞ്ഞു, കണ്ടില്ലടാ, രാവിലെ പോയതാണ്ട് പുതപ്പും പായും ഒക്കെ കിടക്കുന്നു, ഇവ ഇറങ്ങി എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. ഇനി ഞങ്ങളുടെ ചേട്ടത്തി അപ്പുറത്ത് താമസമുണ്ട്, ഇനി അവിടെ പോയതായിരിക്കും എന്ന് വിചാരിച്ചു. ഇനി പള്ളിക്കുളത്തിൽ പോകാൻ മടിച്ച് ഇതൊന്നും കൊടുക്കണ്ടെന്നും പറഞ്ഞാട്ട് ഇറങ്ങി പോയതാന്ന് വിചാരിച്ചു. ഈ കൊച്ചു ചേർക്കൻ ഈ വഴിനീളം മൊത്തവും ഫോണിനകത്ത് വിളിച്ചു കിടന്നു. അങ്ങ് കടശ്ശേരി ആ തേരിയുടെ അവിടെ വരെ പോയി വിളിച്ചെന്നിട്ടെല്ലാം സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. +2 മികച്ച മാർക്കോടെ വിജയിച്ച രാഹുൽ ഉന്നത പഠനത്തിനായി അപേക്ഷ നൽകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് രാവിലെ വില്ലേജ് ഓഫീസിൽ പോകാനിരുന്നതാണ്. തൊട്ടടുത്ത കൃഷിയിടത്തിൽ കാവലിനായി പോകുന്ന പിതാവിന്റെ അടുത്തേക്ക് പോയ മാതാവ് പുലർച്ചെ തിരികെ വരുമ്പോൾ രാഹുലിനെ വീട്ടിൽ കണ്ടില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് എന്ന സന്ദേശമാണ് ലഭിച്ചത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിയാത്തതിനാൽ പത്തനാപുരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മോനെ കാണാതെ പരാതി കൊടുത്തിട്ടുണ്ട്. DGPക്ക്, അതുപോലെ മുഖ്യമന്ത്രിക്ക്, സ്റ്റേഷനിലും ക്രൈംബ്രാഞ്ചിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് എല്ലായിടമൊക്കെ പോകും, വന്ന് തിരിച്ചു ഇവിടെ വരിക, വന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുക എന്തോ എന്നുണ്ടോ. ഞങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ ഞങ്ങളെന്ത് പറയുന്നത് ഞങ്ങൾ വല്ല പറയാൻ പറ്റുമോ? അവരല്ലേ നോക്കേണ്ടത്, നോക്കി അതെന്താന്നുള്ള വലിയ തീരുമാനിക്കണം. ഇപ്പം നമ്മൾ എങ്ങും പോകുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടത്ര വലിയ ശേഷിയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ആരും കാണാനും വിളിക്കാനും ഒന്നും നമ്മൾ അങ്ങനെ ഇരിക്കുക, ആരും വരുന്നത്. വന്യമൃഗ ആക്രമണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായി വനത്തിലും പരിശോധന നടത്തി. ലോക്കൽ പോലീസിന്റെ അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. രാഹുലിന്റെ സുഹൃത്തുക്കളെയും പരിസരവാസികളെയും പലതവണ ചോദ്യം ചെയ്തുവെങ്കിലും ഒരു തുമ്പും ലഭിച്ചിട്ടില്ല. സംശയമുള്ള ചില വ്യക്തികളെ കേന്ദ്രീകരിച്ച് പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയരാക്കാനും പോലീസ് ശ്രമിച്ചിരുന്നു. രാഹുലിനെ കണ്ടെത്താനായി പോലീസ് പുറപ്പെടുവിച്ച ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോഴും നിലവിലുണ്ട്. ഇടയ്ക്ക് അന്വേഷണം മാതാപിതാക്കളുടെ നേരെയും നീണ്ടിരുന്നു. ഇവരെ ദിവസങ്ങളോളം ചോദ്യം ചെയ്യുകയും വീട്ടിലെ കിണറും സെപ്റ്റിക് ടാങ്കും പരിശോധിക്കുകയും ചെയ്തിട്ടും അന്വേഷണ പുരോഗതിയൊന്നും ഉണ്ടായില്ല. പോലീസുകാർക്ക് സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് കനട്ടയിലും അവിടെ ഇവിടെ എല്ലാം വന്ന് നോക്കിയവര്. അതൊക്കെ ഈ നാട്ടുകാർ പറഞ്ഞു കൊടുത്തതാ. കുന്നു കുഴിച്ചിട്ടും വെച്ച് പിന്നെ ഞങ്ങളെ ഇരിക്കുള്ളൂ. ഇവിടെ താഴത്തെ പെരയുടെ കക്കൂസിന്റെ സ്ലാബൊക്കെ ഒന്ന് ഇളക്കി. ഞാൻ പറഞ്ഞു എവിടെ ഇളക്കാൻ പറഞ്ഞു. എൻ്റെ മൂത്ത മോൻ പറഞ്ഞു നിങ്ങൾ രണ്ടു കൂടി ഇരുന്നോന്ന് ഇറങ്ങി വന്നേക്കരുതെന്ന് പറഞ്ഞു. അവരെന്തോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു മക്കളെ കൊന്നും വെച്ച് ഇപ്പൊ ഇത്രയും വർഷമായപ്പോൾ ഇത് തെളിയാതിരിക്കുമോ കേസ്? രാഹുലിന്റെ ഓർമ്മകളുമായി നിറകണ്ണുകളോടെ കഴിയുകയാണ് മാതാപിതാക്കൾ. മകൻ എന്നെങ്കിലും തിരിച്ചുവരും എന്ന പ്രതീക്ഷയോടെ. ന്യൂസ് 18 പുനലൂർ. പല കയറ്റിറങ്ങുകളും നിറഞ്ഞതാണ് ചലച്ചിത്ര താരങ്ങളുടെയും സെലിബ്രിറ്റികളുടെയും ജീവിതം. ആ താരപരിവേഷം പലരെയും പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിക്കാറുണ്ട്. എന്നാൽ ചെറിയ വീഴ്ചകൾ ചിലരെ നിരാശരാക്കാം, പിന്നെ വിഷാദരോഗത്തിന് അടിമകളാകാം. സിനിമാ സീരിയൽ നടൻ ഹരിമുരളിയുടെ ജീവിതത്തെ വിഷാദത്തിലേക്ക് തള്ളിവിട്ടത് എന്തായിരിക്കും? ബാലതാരമായി വന്ന് മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത ആ ചെറുപ്പക്കാരൻ്റെ മരണം വലിയ ഞെട്ടലാണ് ഉളവാക്കിയത്. കണ്ണൂർ പയ്യന്നൂരിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിലിരിക്കെ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പയ്യന്നൂർ അന്നൂരിലെ ബന്ധുവീട്ടിലാണ് 27-കാരനായ ഹരിമുരളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. പ്രശസ്ത നാടകനടൻ പയ്യന്നൂർ മുരളിയുടെ മകനാണ് ഹരിമുരളി. AM നസീറിന്റെ സീരിയലിലൂടെ 4.5 വയസ്സിലാണ് ഹരിമുരളി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ലാൽ ജോസ് സംവിധാനം ചെയ്ത രസികനിലൂടെയാണ് സിനിമയിലെ അരങ്ങേറ്റം. അണ്ണൻ തമ്പി, മാടമ്പി, ഡോൺ, പട്ടണത്തിൽ ഭൂതം തുടങ്ങിയ 15ഓളം സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചു. പഠനത്തിനായി കുറച്ചുനാൾ സിനിമയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. പിന്നീട് നാദിർഷ സംവിധാനം ചെയ്ത അമർ അക്ബർ ആന്റണി എന്ന സിനിമയിലെ ചെറിയ റോളിലൂടെയാണ് വീണ്ടും അഭിനയ രംഗത്തെത്തിയത്.
നിലവിൽ എറണാകുളത്ത് ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുകയായിരുന്നു. മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിലായിരുന്നു ഇയാൾ. ഇതിന്റെ മനോവിഷമം മൂലം ജീവനൊടുക്കിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ന്യൂസ് 18 പയ്യന്നൂർ. കേരളത്തിലെ പൊതുനിരത്തുകളിൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്നത് നിത്യസംഭവമാണ്. എന്നാൽ ഇവിടെ നിന്ന് അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയാലും കാര്യം കഷ്ടമാണ്. കർണാടകയിൽ മലയാളി ഡ്രൈവർക്ക് നേരെ ആക്രമണമുണ്ടായ സംഭവത്തിലേക്കാണ്. മൈസൂർ കൽപ്പറ്റ KSRTC ഫാസ്റ്റ് പാസഞ്ചറിലെ ഡ്രൈവർക്ക് നേരെ കഴിഞ്ഞ ദിവസമാണ് ആക്രമണമുണ്ടായത്. ബസ് സ്കൂട്ടറിൽ തട്ടിയെന്ന് ആരോപിച്ചാണ് കൽപ്പറ്റ ഡിപ്പോയിലെ ഡ്രൈവർ ഷിബു ജോസഫിനെ ക്രൂരമായി സംഘം ചേർന്ന് മർദ്ദിച്ചത്. കർണാടക പോലീസിന് പരാതി നൽകിയിട്ടും കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല. ಚಿಕ್ಕ ಮಗು ನನ್ನ ಕಾರಿಂದ മൈസൂർ കൽപ്പറ്റ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലെ ഡ്രൈവറെയാണ് ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 6:30 നഞ്ചൻകോട് വെച്ചാണ് സംഭവം. കൽപ്പറ്റ ഡിപ്പോയിലെ ഡ്രൈവർ PD ഷിബു ജോസഫിനാണ് മർദ്ദനമേറ്റത്. സ്കൂട്ടറിൽ ബസ് തട്ടിയെന്ന് ആരോപിച്ച് ഒരു കൂട്ടം ആളുകൾ ബസ് പിന്തുടർന്ന് വാഹനം കുറുകെയിട്ട് ഡ്രൈവറെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. വണ്ടി ടച്ച് ആയിത്താ വണ്ടി ಹೋದ ತಕ್ಷಣ ಇನ್ಸ್ಪೆಕ್ಟರ್ ಗಾಡಿನ ಚಿಕ್ಕ ಮಗು ನನ್ನ ಕಾರಿಂದ ಶಿವಡ वंडी कर शिवड़ा वंडी कर शिवड़ा वंडी कर शिवड़ा वंडी कर शिवड़ा वंडी कर कैसा सरी ओके 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 सरी ओके തുടർന്ന് വയനാട്ടിൽ നിന്ന് KSRTC ഉദ്യോഗസ്ഥരെത്തി നഞ്ചൻകോട് പോലീസിൽ പരാതി നൽകി. സ്കൂട്ടറിന് കാര്യമായ കേടുപാടുകളോ യാത്രക്കാരന് പരിക്കോ പറ്റിയതായി സൂചനയില്ല. ബസ് ഡ്രൈവറും വാഹനമിടിച്ചതായി അറിഞ്ഞിട്ട് പോലുമില്ല. കാറിലും ബൈക്കിലുമായാണ് ഒരു സംഘം ആളുകൾ ബസ് പിന്തുടർന്ന് ഡ്രൈവറെ ആക്രമിച്ചത്. ഇത് ആസൂത്രിതമായ ആക്രമണമാണോ എന്നും സംശയമുണ്ട്. ഇതിപ്പോൾ ഒരു സ്കൂട്ടറിൽ ബസ് തട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് ആളുകൾ ചേർന്ന് ഡ്രൈവറെ മർദ്ദിച്ചത്. അതായത് സ്കൂട്ടർ പിന്തുടർന്ന് വന്ന് ആ സമയത്ത് പെട്ടെന്നൊരാൾക്കൂട്ടം അവിടെ ഉണ്ടാവുകയാണ്. ഇത് തികച്ചും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. തുടർച്ചയായി നിരവധി ആക്രമണങ്ങൾ ഇതിനു മുമ്പ് മലയാളികൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി പോകുന്ന കൃഷിക്കും മറ്റ് സ്കൂൾ വിദ്യാഭ്യാസ ആവശ്യത്തിനൊക്കെ പോകുന്ന മലയാളികളെ തുടർച്ചയായി ഇത്തരത്തിൽ ആക്രമിച്ചിട്ടുണ്ട്. കൃത്യമായി ദിവസേന പോകുന്ന കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ നോട്ട് ചെയ്ത് ആ വാഹനം വരുന്ന ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തു നിന്നായിരിക്കും ഇത്തരത്തിലുള്ളൊരു ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. കർണാടകയിൽ വാഹനാപകടങ്ങളിൽ മലയാളികൾ മരിക്കുന്നത് നിത്യസംഭവമായിട്ടുണ്ട്. വർദ്ധിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് കർണാടക പോലീസിന് പലരും പരാതി നൽകിയിരുന്നു. എന്നാൽ കാര്യമായ അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല. ಚಿಕ್ಕ ಮಗು ನನ್ನ ಕಾರಿಂದ शिवड़ा वंडी कर 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 कैसा सरी ओके 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 सरी ओके 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 ನೀನು ಹೇಳಿ ಎಡೋ ಕಾಣಿಸ್ತೀರಾ ಗಾಡಿ ಕಂದರ್ ಏ ಲೋಕ ಅಂದೆ ಏ ಫೋನ್ ಕಡ್ರ
ന്യൂസ് 18 വയനാട്. കാസർഗോഡ് നീലേശ്വരത്ത് നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ കവർച്ചാ സംഘം പിടിയിൽ. ക്ഷേത്ര കവർച്ചാ പരമ്പരയിൽ തമിഴ്നാട്ടിൽ നിന്നാണ് കുപ്രസിദ്ധ മോഷ്ടാക്കളെ പോലീസ് പൊക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രദേശത്തെ CCTVയിൽ നിന്ന് പ്രതികളുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. തമിഴ്നാട്ടിലും കേരളത്തിലുമായി ഒട്ടേറെ മോഷണ കേസുകളിലെ പ്രതികളാണ് പിടിയിലായ സംഘങ്ങൾ. നീലേശ്വരം കൊഴുന്തിൽ നാലാംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, പാലക്കാട്ട് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ കവർച്ച നടത്തിയ പ്രതികൾ പിടിയിൽ. തൃശൂർ ആമ്പല്ലൂർ കടലി ഹൗസിൽ ഷിബു റാഫേൽ, കണ്ണൂർ മട്ടന്നൂർ ബദർ മഹലിൽ അബ്ദുൾ ജലീൽ എന്നിവരാണ് പിടിയിലായത്. ഡോക്ടർ സുലേഖ രാമകൃഷ്ണന്റെ വീട്ടിൽ കവർച്ചാ ശ്രമവും ഉണ്ടായി. തമിഴ്നാട്ടിലെ ഏർവാടിൽ വെച്ചാണ് പ്രതികൾ പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഫെബ്രുവരി 21 പുലർച്ചെയാണ് നാലാംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കവർച്ച നടന്നത്. ഇവിടെ നിന്നും 4 ചെമ്പ് ഭണ്ഡാരങ്ങളും 1 സ്റ്റീൽ ഭണ്ഡാരവും അതിലുണ്ടായിരുന്ന പണവുമാണ് കവർന്നത്. 30,000-ഓളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്ക്. പാലക്കാട്ട് ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹത്തിൽ ചാർത്തിയ താലിയും ഭണ്ഡാരവുമാണ് മോഷണം പോയത്. പാലക്കാട്ടെ ഡോക്ടർ സുലേഖ രാമകൃഷ്ണന്റെ വീട്ടിൽ കവർച്ചാ ശ്രമവും ഉണ്ടായിരുന്നു. പുലർച്ചെ 3:30-നും 4-നും ഇടയിലാണ് നാലാംകുളങ്ങര ക്ഷേത്രത്തിൽ മോഷണം നടന്നതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ക്ഷേത്രത്തിന്റെ മുൻവാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. അന്നു തന്നെ അന്വേഷണത്തിനായി 5-അംഗ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരുന്നു. പ്രദേശത്തെ CCTVയിൽ നിന്ന് പ്രതികളുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഓസ്തുർഗ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് മുക്കത്തെ ജ്വല്ലറിയിൽ മോഷണം നടത്തിയ കേസാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. മുക്കം ശ്രീരാഗൻ ജ്വല്ലറിയിൽ കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത്. സ്വർണം വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിലെത്തിയ ആൾ സ്വർണവുമായി മുങ്ങുകയായിരുന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാണ്. മുക്കം ശ്രീരാഗൻ ജുവലറിയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് മോഷണം നടന്നത്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനെന്ന വ്യാജേന ജുവലറിലെത്തിയ ആളാണ് സ്വർണം മോഷ്ടിച്ചത്. തന്ത്രപൂർവ്വം മോതിരങ്ങൾ കൈക്കലാക്കിയ ഇയാൾ കടന്നുകളയുകയായിരുന്നു. 1/4 പവനോളം തൂക്കം വരുന്ന 2 മോതിരങ്ങളാണ് നഷ്ടമായത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സ്വർണം കൈക്കലാക്കിയ മോഷ്ടാവ് കടയുടമയുടെയും ജീവനക്കാരുടെയും ശ്രദ്ധ മാറിയ സമയത്ത് ഇറങ്ങി ഓടി മുക്കം പോസ്റ്റ് ഓഫീസിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. ഇന്നലെ ഒരു 6 മണിയായപ്പോൾ ഒരാളൂടെ വന്ന് മോതിരം ചോദിച്ച്, മോതിരം ഒക്കെ നോക്കണതിൻ്റെ ഇടയിൽ 2 മോതിരം മൂപ്പര് കൈക്കലാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ അളവും കൊണ്ട് വരാമെന്ന് പറഞ്ഞ് മൂപ്പരായിട്ട് ഇറങ്ങുകയും ചെയ്ത്. പക്ഷെ അതിൻ്റെ ഇടയിൽ മോതിരം നോക്കണതിൻ്റെ ഇടയിൽ 2 മോതിരം മൂപ്പരെ കൈക്കലാക്കി. അത് മൂപ്പര് പോയതിന് ശേഷമാണ് അറിഞ്ഞത്. അപ്പോഴേക്കും നോക്കിയപ്പോഴേക്കും ഇയാളൊരു കാറിൽ കയറി പോവുകയും ചെയ്തു.
നഷ്ടമായ സ്വർണത്തിന് ഏകദേശം 31,000 രൂപ വില വരും. CCTV ദൃശ്യം സഹിതമാണ് ഉടമ മുക്കം പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുക്കം. ഭൂട്ടാൻ വാഹനക്കടത്ത് അന്വേഷണത്തിനിടെ ജയ്ഗോൺ കസ്റ്റംസിന്റെ വലയിൽ കുടുങ്ങിയത് 3 കോടി രൂപയിലധികം വരുന്ന സിഗരറ്റ് കടത്ത്. കൊച്ചി കസ്റ്റംസ് അന്വേഷിക്കുന്ന ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ ജയ്ഗോണിൽ നിന്ന് മുഖ്യ സൂത്രധാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ജയ്ഗോൺ കസ്റ്റംസ് അതിർത്തിയിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെയാണ് ഭൂട്ടാനിൽ നിന്ന് ട്രക്കിൽ ഇന്ത്യയിലേക്ക് കടത്തുകയായിരുന്ന 10,000 പാക്കറ്റ് സിഗരറ്റ് ട്രക്ക് ഉൾപ്പെടെ പിടികൂടിയത്. സിഗരറ്റിനൊപ്പം ട്രക്കും ഇന്ത്യയിലേക്ക് കടത്തുകയായിരുന്നുവെന്നാണ് സൂചന. ഭൂട്ടാനിൽ നിന്ന് ട്രക്കിൽ ഇന്ത്യയിലേക്ക് കടത്തുകയായിരുന്ന 10,000 പാക്കറ്റ് സിഗരറ്റാണ് പിടികൂടിയത്. ജയ്ഗോൺ അതിർത്തിയിൽ അസ്വാഭാവികമായി കണ്ട ഭൂട്ടാൻ രജിസ്ട്രേഷൻ വാഹനം കസ്റ്റംസ് പരിശോധിക്കുകയായിരുന്നു. പാദരക്ഷകളും അടുക്കളപാത്രങ്ങളും ബാറ്ററികളുമാണ് വാഹനത്തിലെന്നാണ് രേഖയിലുണ്ടായിരുന്നത്. ഭൂട്ടാനിൽ മാത്രം വിതരണം ചെയ്യാനുള്ള യാത്രാരേഖകളെ ഇവരുടെ കൈവശമുണ്ടായിരുന്നുള്ളൂ. വാഹനത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സിഗരറ്റുകൾ. എൽഫ്ബാർ ബ്രാൻഡിലുള്ള സിഗരറ്റിന് 3,19,68,927 രൂപ വില വരുമെന്ന് കസ്റ്റംസ് അറിയിച്ചു. ഭൂട്ടാനിൽ നിന്നും ആഡംബര വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തിയെന്ന കേസിലെ മുഖ്യകണ്ണി പശ്ചിമബംഗാൾ സ്വദേശി ബിശ്വദീപ് ദാസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ കൂടാതെ അസം മോട്ടോർ വാഹന വകുപ്പിലെ 4 ഉദ്യോഗസ്ഥരെയും പിടികൂടിയിട്ടുണ്ട്. ഇവർ 460ഓളം വാഹനങ്ങൾ കടത്തിയതായാണ് വിവരം. ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി 36 വാഹനങ്ങൾ കഴിഞ്ഞ വർഷം പിടിച്ചെടുത്തിരുന്നു. നികുതി വെട്ടിക്കാൻ വ്യാജരേഖയുണ്ടാക്കി 150 മുതൽ 200 വരെ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതായാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളിയെ നീക്കിയ കോടതി ബോർഡ് അംഗങ്ങളെയും അയോഗ്യരാക്കി. വിമത വിഭാഗത്തിന്റെ ഹർജിയിലാണ് നടപടി. മൂവാറ്റുപുഴ പൊഴക്കാപ്പള്ളിയിൽ നിന്നും കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി സരയാർ ഹുസൈനെയാണ് 3 കിലോ കഞ്ചാവുമായി എക്സൈസ് അറസ്റ്റ് ചെയ്തത്. അനധികൃതമായി സൂക്ഷിച്ച 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവുമായി 2 പേർ പിടിയിൽ. വാത്തിക്കുടി ജോസ്പുരം സ്വദേശികളായ സെബാസ്റ്റ്യൻ, ഫെബിൻ ജോസ് എന്നിവരെയാണ് അങ്കമാലി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ഏലംകുളത്ത് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് ഏലംകുളം സ്വദേശി മുഹമ്മദ് റഫീഖിന് ജീവപര്യന്തം ശിക്ഷ. 4 വയസ്സുകാരിയായ മകൾ നിർണായക സാക്ഷിയായ കേസിൽ ശിക്ഷ വിധിച്ചത് മഞ്ചേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. നമ്മുടെ നാട്ടിലെ വില്ലേജ് ഓഫീസുകളിലും പഞ്ചായത്ത് കാര്യാലയങ്ങളിലും എന്തെങ്കിലും ആവശ്യത്തിന് പോകേണ്ട ഗതികേടുണ്ടായിട്ടുണ്ടോ? എത്ര തവണ ഓരോ ഓഫീസുകൾക്ക് മുന്നിലും നമ്മൾ കാത്തു നിന്നിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ ഔദാര്യം പോലെയാണ് പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നത്. അതിന് പലർക്കും കൈക്കൂലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ഇങ്ങനെ സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ നാടിൻ്റെ ശാപം. പാലക്കാട് പുതുശ്ശേരിയിൽ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് പഞ്ചായത്ത് ക്ലർക്ക് ആവശ്യപ്പെട്ടത് 2,500 രൂപ കൈക്കൂലിയാണ്. പലതവണ ആവശ്യപ്പെട്ടിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടാത്തതോടെ പുതുശ്ശേരി സ്വദേശി വിജിലൻസിനെ സമീപിച്ചു. അങ്ങനെ കൈക്കൂലി വാങ്ങുന്നതിനിടെ പഞ്ചായത്ത് ക്ലർക്ക് ശ്രീജിത്ത് ഗോപിനാഥനെ വിജിലൻസ് കയ്യോടെ പൊക്കി. പാവപ്പെട്ട ജനങ്ങളുടെ അന്നം മുട്ടിക്കുന്ന, അവരെ പെരുവഴിയിൽ നിർത്തിയിട്ടുള്ള ഓരോ ഉദ്യോഗസ്ഥർക്കും ഇതൊരു പാഠമാകണം. കൈക്കൂലി വാങ്ങിയാൽ ഒരിക്കൽ നിങ്ങൾ പിടിക്കപ്പെടുമെന്ന തിരിച്ചറിവുണ്ടാകണം. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.